ഇന്ന് ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ടൈം, അതായത് ഓൺ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഓക്കെ, നോക്കാം. നമുക്ക് ആക്ടിവിറ്റി ഫസ്റ്റ് നോക്കാം. ലുക്ക് അറ്റ് ദ ഇല്ലുസ്ട്രേഷൻ ഗിവൺ ബിലോ. ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിനെ ചൊല്ലി കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കാം. റൈറ്റ് സ്യൂട്ടബിൾ ടൈറ്റിൽസ് ഫോർ ദ ഫാക്ടേഴ്സ് ഗിവൺ ഇൻ ദ പിക്ചർ ആൻഡ് ക്ലാസിഫൈ ദം. ഇതിന് സ്യൂട്ടബിളായിട്ടുള്ള ടൈറ്റിൽ കൊടുത്തിട്ട്, ഇത് വായിച്ചിട്ട് സ്യൂട്ടബിളായിട്ടുള്ള ടൈറ്റിൽ കൊടുത്തിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പോൾ എയിൽ സോയിൽ തന്നിട്ടുണ്ട്, ബിയിൽ ഡ്രാഗൺ ഫ്ലൈ തന്നിട്ടുണ്ട്. ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും. അപ്പോൾ നോൺ ലിവിങ് തിങ്, എ എന്ന് പറയുന്നത് നോൺ ലിവിങ് തിങ്സ്, ബി എന്ന് പറയുന്നത് ലിവിങ് തിങ്സ്. അപ്പോൾ നോൺ ലിവിങ് തിങ്സിനെ പറയുന്ന വേറൊരു പേര് അബയോട്ടിക് ഫാക്ടേഴ്സ് എന്നും, ലിവിങ് തിങ്സിനെ പറയുന്ന പേര് ബയോട്ടിക് ഫാക്ടേഴ്സ് എന്നുമാണ്. നോൺ ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തവ, ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളവ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ ഇത് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞു തന്നതാണ്. അപ്പം നോൺ ലിവിങ് തിങ്സിൽ ഏതൊക്കെ വരും ഇതിനകത്ത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാനൊരു 3 പേര്, 2 പേര്, ഒരെണ്ണം ഇതിനകത്തുണ്ട്, 2 പേര് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അപ്പോൾ സോയിലുണ്ട്, സണ്ണുണ്ട്, വാട്ടറുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. ബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ലിവിങ് തിങ്സിൽ വരുന്നത് ഡ്രാഗൺ ഫ്ലൈ ഉണ്ട്, ക്രാബ് ഉണ്ട്, ട്രീസ് ഉണ്ട്, ക്രെയിൻ ഉണ്ട്, ഹൗസ് ഫ്ലൈ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 പേരെഴുതാം, ജീവനുള്ളവയും ജീവനില്ലാത്തവയും. നെക്സ്റ്റ്, പ്രിപ്പയർ എ ഫുഡ് കാർഡ് ഓഫ് എനി വൺ ഓഫ് ദി ഓർഗാനിസംസ് ഇൻ ദി പിക്ചർ. ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൻ്റെ ഫുഡ് കാർഡ് ഉണ്ടാക്കാനാണ്. ഇതിലും ടെക്സ്റ്റിൽ തന്നെ ഉള്ളതാണ്. ഞാൻ തിരഞ്ഞെടുത്തത് ഫ്രോഗിനെയാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അതിൽ നിന്ന് എടുക്കാം. ക്രെയിനെ വേണമെങ്കിൽ ക്രെയിനെ, ക്രാബിനെ വേണമെങ്കിൽ ക്രാബ്, ഏത് വേണമെങ്കിലും എടുക്കാം. അത് ക്രീച്ചറിൻ്റെ പേര് ഫ്രോഗ്, ഫുഡ് കഴിക്കുന്ന ഫുഡ്, ഇൻസെക്ട്സ് അതായത് ഫ്ലൈസ്, മോസ്കിറ്റോസ്, ക്രിക്കറ്റ്സ്. എൻ്റെ പിക്ചർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വോംസ് അതായത് എർത്ത് വോം, റെഡ് വോം, സ്നെയിൽസും സ്ലഗ്സും. ഇത് രണ്ടും ഒച്ചാണ്. പക്ഷേ സ്നെയിൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് തോടുണ്ട്, സ്ലഗ്സിന് തോടില്ല. ഡിഫറൻസിൻ്റെ പിക്ചർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സ്മാൾ ഫിഷ്, അതർ അക്വാട്ടിക് ആനിമൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 2. മൊസ്കിറ്റോസ് ബ്രീഡ് ഇൻ ദ സ്റ്റാഗ്നൻറ്റ് വാട്ടർ ഇൻ ഡിസ്കാർഡഡ് ബോട്ടിൽസ്, കോക്കനട്ട് ഷെൽസ് ആൻഡ് പ്ലാസ്റ്റിക് കവേഴ്സ്. അപ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ ഡിസ്കാർഡഡ്, നമ്മൾ ഉപേക്ഷിച്ച ബോട്ടിലോ വെള്ളം ഉണ്ടെങ്കിൽ, വാട്ടർ ഇൻ ഡിസ്കാർഡഡ് ബോട്ടിൽ, കോക്കനട്ട് ഷെല്ലിലെ വാട്ടറിൽ. അപ്പം അതിനകത്തൊക്കെ മഴ പെയ്ത് വെള്ളം കിടക്കുമ്പോൾ അതിനകത്ത് പ്ലാസ്റ്റിക് കവറിലെല്ലാം വെള്ളം കെട്ടിക്കിടക്കും. സ്റ്റാഗ്നൻറ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം. അപ്പോൾ ഇതിലെല്ലാം അതിനകത്ത് ബ്രീഡ് ചെയ്യും, മോസ്കിറ്റോസ് മുട്ടയിടും. അപ്പം ഫസ്റ്റ് നോക്ക്, ഈ സിറ്റുവേഷൻ ഇൻ വിച്ച് മോസ്കിറ്റോസ് ബ്രീഡ് ഈസ് ഗിവൺ എബോ. മുകളിൽ മോസ്കിറ്റോ ബ്രീഡ് ചെയ്യുന്ന സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് എനി സിമിലർ സിറ്റുവേഷൻ ഇൻ വിച്ച് 2 വെക്റ്റേഴ്സ് ബ്രീഡ്. അപ്പോൾ ഇതുപോലെ 2 വെക്റ്റേഴ്സുകൾ ബ്രീഡ് ചെയ്യുന്ന സിറ്റുവേഷൻ എഴുതാനാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ 2 പേരെഴുതാം. ഞാനിവിടെ എഴുതുന്നത് ഹൗസ് ഫ്ലൈസിനെ പറ്റിയും റാറ്റിനെ പറ്റിയുമാണ്. അപ്പോൾ ഹൗസ് ഫ്ലൈസ് ബ്രീഡ് ഇൻ ഡർട്ടി ഡ്രെയിൻസ് ആൻഡ് ഫേവേഴ്സ്, റാറ്റ്സ് ബ്രീഡ് ഇൻ ഗാർബേജ് ഡംപ്. നമ്മൾ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്തിടുമല്ലോ, കൂട്ടിയിടുമല്ലോ, അതിനകത്തേക്കാണ് റാറ്റ് ബ്രീഡ് ചെയ്യുന്നത്. ഹൗസ് ഫ്ലൈ ഡർട്ടി ഡ്രെയിൻസ്. അതുപോലെ തന്നെ ഹൗസ് ഫ്ലൈയും ഡർട്ടി അഴുക്ക് ചാലുകളിലൊക്കെയാണ് അത് ബ്രീഡ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും 2 സിമിലർ സിറ്റുവേഷൻസ് ഉള്ള വെക്റ്റേഴ്സിൻ്റെ പേരും അവരുടെ ബ്രീഡ് ചെയ്യുന്ന സിറ്റുവേഷൻസും എഴുതണം. റൈറ്റ് 2 പ്രിക്വേഷൻസ് ടു അവോയ്ഡ് മൊസ്കിറ്റോ ബൈറ്റ്. അപ്പോൾ മൊസ്കിറ്റോ ബൈറ്റ് അവോയ്ഡ് ചെയ്യാനുള്ള 2 പ്രിക്വേഷൻസ്, പ്രതിവിധി എഴുതുക. ഇതെല്ലാം ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ്. മൊസ്കിറ്റോ ബൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കൊതുക് കടി ഒഴിവാക്കാനുള്ള 2 പ്രിക്വേഷൻസ്, പ്രതിവിധി എഴുതാനാണ്. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയവർക്ക് ഇതെല്ലാം ഈസി ആയിട്ട് തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക, അത് മാത്രമേ ഉള്ളൂ ഇതിനുള്ള പ്രതിവിധി. പുസ്തകം നന്നായിട്ട് റീഡ് ചെയ്യുക. അത് ഏതൊക്കെയാണ്? അവോയ്ഡ് വാട്ടർ ലോഗിങ്, വാട്ടർ കെട്ടിക്കിടക്കുന്നത് അവോയ്ഡ് ചെയ്യുക. റിമൂവ് ഗ്രാസ് ആൻഡ് വീഡ്സ് എറൗണ്ട്.
റെസിഡൻസ് നമ്മുടെ വീടിന് ചുറ്റുമുള്ള പുല്ലും അങ്ങനെ വീഡ്സുകൾ കളയൊക്കെ റിമൂവ് ചെയ്യുക, ഇല്ലാതാക്കുക. ക്ലീനിങ് ഡ്രെയിൻസ്, ഓടകളെല്ലാം ക്ലീൻ ചെയ്യുക. ഇതിന് ചൊല്ലി ഒരുപാട് കാര്യങ്ങളുണ്ട്. നെറ്റടിക്കാൻ, ജനലുകളിൽ നെറ്റടിക്കുക എന്നൊക്കെയുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്, ഇത് ഒത്തിരി ഉണ്ട്. അത് നിങ്ങൾ എഴുതി വയ്ക്കുക. നെക്സ്റ്റ് അതിനകത്ത് സി ഉണ്ട്. ലുക്ക് അറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ് ഗിവൺ ബിലോ. ചൂസ് ദ റൈറ്റ് ഓൺ എന്ന് വെച്ചാൽ പകരുന്ന അസുഖത്തെപ്പറ്റി ഉള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പകർച്ചവ്യാധികളെ പറ്റി അതിൽ റൈറ്റ് ആയിട്ടുള്ളത് നമ്മൾ ചൂസ് ചെയ്യാനാണ് പറയുന്നത്. ട്യൂബർക്കുലോസിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദി ഡിസീസ് ട്രാൻസ്മിറ്റഡ് ത്രൂ എയർ. എയർ എന്ന് വെച്ചാൽ വായുവിലൂടെ പകരുന്ന അസുഖമാണ് ട്യൂബർക്കുലോസിസ് എന്ന് പറഞ്ഞാൽ ക്ഷയരോഗം, TB എന്ന് നമ്മൾ പറയും. അത് റൈറ്റാണ്. ഓം ഡിസീസസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഫുഡിലൂടെയാണ് ഓം ഡിസീസസ് പകരുന്നത്? അല്ല, സോയിലൂടെയാണ്, മണ്ണിലൂടെയാണ്. ലെപ്രസി ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ് ആണ്. ലെപ്രസി എന്ന് വെച്ചാൽ കുഷ്ഠരോഗം. ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യനിലൂടെ പകരുന്ന അസുഖമാണ്. ഡെങ്കു ഫീവർ ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ. അല്ലല്ലേ, ഡെങ്കു ഫീവർ പകരുന്നത് മൊസ്കിറ്റോ വഴിയാണ്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷനാണ്. 1 and 3 ആർ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 3. ഒബ്സർവ് ദി ഫുഡ് വെബ് ഗിവൺ ബിലോ. ഒരു ഫുഡ് വെബിൻ്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. എ എന്ന് പറയുന്നത് റൈറ്റ് എനി 2 ഫുഡ് ചെയിൻസ് ഫ്രം ദി ഫുഡ് വെബ് ഗിവൺ എബോ. ഇതിൽ നിന്ന് 2 ഫുഡ് ചെയിൻ നമ്മൾ എഴുതണം. നിങ്ങൾക്കതിൽ നിന്ന് ഇഷ്ടമുള്ളത് എഴുതാം. ഞാൻ എഴുതിയിരിക്കുന്നത് പ്ലാന്റ്, വോം, ഫ്രോഗ്, സ്നേക്ക്, വൾച്ചർ. രണ്ടാമത്തത് പ്ലാന്റ്, സ്ക്യൂറൽ, ഫോക്സ്, വൾച്ചർ. അടുത്തത് വിച്ച് ഓൺ ഈസ് ദ ഫസ്റ്റ് ലിങ്ക് ഇൻ ദ ഫുഡ് ചെയിൻ. ഈ ഫുഡ് ചെയിനിലെ ഫസ്റ്റ് ലിങ്ക് ഏതാണെന്ന് എഴുതണം. ബി ക്വസ്റ്റ്യൻ, ആൻസർ പ്ലാന്റ്. വാട്ട് ആർ ദ പ്രോബ്ലംസ് കാസ്ഡ് ടു ദി എൻവയോൺമെൻറ്റ് ബൈ ദ ഡിസപ്പിയറൻസ് ഓഫ് സ്നേക്ക് ഫ്രം ദി ഫുഡ് വെബ് ഗിവൺ ഹിയർ. ഈ ഒരു ഫുഡ് വെബിൽ നിന്നും സ്നേക്ക് ഡിസപ്പിയർ ചെയ്താൽ, അപ്രത്യക്ഷമായാൽ എന്തെല്ലാം പ്രോബ്ലംസുകളാണ് ഉണ്ടാകുന്നതെന്നും എഴുതണം. ഇഫ് സ്നേക്സ് ഡിസപ്പിയർ ദ ഫ്രോഗ് ആൻഡ് ഇൻസെക്റ്റ് വിൽ ഗ്രോ ഇൻ നമ്പേഴ്സ്. സ്നേക്സ് ഡിസപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രോഗും ഇൻസെക്റ്റും ധാരാളമായിട്ട് വർദ്ധിക്കും. കാരണം സ്നേക്സ് കഴിക്കുന്ന ഫുഡാണ് ഈ ഫ്രോഗും ഇൻസെക്റ്റും. ഇൻസെക്ട്സ് ആൾസോ കോസ് പ്രോബ്ലംസ് ലൈക്ക് ഈറ്റിംഗ് ഓൾ ദി പ്ലാന്റ്സ്. ഇൻസെക്റ്റ് എല്ലാ പ്ലാന്റ്സുകളും കഴിച്ച് അങ്ങനെ പ്ലാന്റ്സിൻ്റെ ഒരു അഭാവം വരും. കാരണം ഇൻസെക്റ്റ് ഗ്രോ ആവും കൂടുതലാവുമ്പോൾ. അനിമൽസ് ലൈക്ക് ഫോക്സസ് ആൻഡ് വൾച്ചേഴ്സ് വിൽ ബിക്കെയിം എക്സ്റ്റിങ്ക്റ്റ്. അതും ഡിസപ്പിയർ ആവും. ഏതാണ്? ഫോക്സും വൾച്ചറും. ഡ്യൂ ടു ഹങ്കർ, വിശപ്പ് കാരണം. കാരണം ഫോക്സും വൾച്ചറുമാണ് ഈ സ്നേക്സിനെ കഴിക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. ഒബ്സർവ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഇൻ ദ പ്ലാന്റ് given in the picture. Given 2 other plants in which leaves are arranged in the same manner. എന്നുവെച്ചാൽ ഈ ഒരു പ്ലാന്റിൻ്റെ ഇലകൾ അറേഞ്ച് ചെയ്ത് ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഒബ്സർവ് ചെയ്തിട്ട് മറ്റ് 2 പ്ലാന്റ്സുകൾ ഇതുപോലെ ലീഫ് ക്രമപ്പെടുത്തിയിരിക്കുന്ന 2 പ്ലാന്റിൻ്റെ പേരെഴുതാനാണ്. ബി, വാട്ട് അഡ്വാൻറ്റേജസ് ഡു ദ പ്ലാന്റ് ഗെറ്റ് ദിസ് കൈൻഡ് ഓഫ് ആൻ അറേഞ്ച്മെൻറ്റ്. ഈ രീതിയിൽ പ്ലാന്റിൻ്റെ ഇലകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് എന്ത് ഗുണങ്ങളാണുള്ളത്, അഡ്വാൻറ്റേജാണ് ഉള്ളത്. സൺഫ്ലവർ, റോസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതുപോലെ അറേഞ്ച് ചെയ്ത പ്ലാന്റിൻ്റെ പേരെഴുതാം. ഞാനിവിടെ 2 എക്സാമ്പിൾ എഴുതിയേക്കുന്നത് സൺഫ്ലവറും റോസുമാണ്. ബി വരുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിസീവ് മാക്സിമം സൺലൈറ്റ്. മാക്സിമം സൺലൈറ്റ് കിട്ടാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇൻക്രീസ് എയർ ഫ്ലോ, റെഡ്യൂസ്ഡ് വാട്ടർ ലോസ്. ജലമൊക്കെ നഷ്ടപ്പെടാതിരിക്കാനൊക്കെ ഇങ്ങനെ ലീഫ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് മൂലം സാധിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇല്ലുസ്ട്രേഷൻ ഗിവൺ ബിലോ ഇൻഡിക്കേറ്റ് ദ കമ്പോണൻസ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഐഡൻറ്റിഫൈ എ, ബി, സി ആൻഡ് ഡി. ഫോട്ടോസിന്തസിസിന് വേണ്ടുന്ന കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ഇവിടെ ഫില്ല് ചെയ്യണം. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശ സംശ്ലേഷണം. പ്ലാന്റ്സ് ആഹാരം പാകം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അത് നമുക്കറിയാം. അതിന് വേണ്ടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ക്ലോറോഫില്ല് വേണം, സൺലൈറ്റ് വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം,
വാട്ടർ ആൻഡ് മിനറൽസ് വേണം. അതാണ് ആ റൂട്ട്സിൻ്റെ അവിടെ കൊടുത്തേക്കുന്നത്. കാരണം റൂട്ട്സിലൂടെയാണ് ഈ വാട്ടർ ആൻഡ് മിനറൽസ് ഇലകളിലെത്തുന്നത്. ബി എന്ന് പറയുന്നത് ക്ലോറോഫില്ലാണ്. അവിടെ ഇലകളിലുള്ളതാണ് ക്ലോറോഫില്ല്. എ എന്ന് പറയുന്നത് സൺലൈറ്റ് കിട്ടുന്നത്. സി എന്ന് പറയുന്നത് ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 നോക്കാം. 2 children had mingled fully with a child who is affected with contagious fever. Only one child got affected with the fever, but the other child was not affected by why? അതായത് 2 കുട്ടികൾ, ഒരു കുട്ടിക്ക് കണ്ടാജിനേറ്റഡ് ഫീവർ എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധിയായിട്ടുള്ള പനിയായിരുന്നു. ആ കുട്ടിയുമായിട്ട് ഇടപഴകി, മിങ്കിൾ ചെയ്തു. എന്നാൽ ഒരു കുട്ടിക്ക് മാത്രം ഈ പനി അഫക്റ്റ് ചെയ്തു, മറ്റേ കുട്ടിക്ക് അത് അഫക്റ്റ് ചെയ്തില്ല. എന്തുകൊണ്ട്? അതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. ഹാവ് ഹൈ ഇമ്മ്യൂണിറ്റി പവർ. നല്ല ഇമ്മ്യൂണിറ്റി പവർ എന്ന് വെച്ചാൽ പ്രതിരോധ ശേഷി ഉണ്ടായിരിക്കാം. ഹാവ് ഗുഡ് ഹൈജീൻ ഹാബിറ്റ്. നല്ല ഹൈജീൻ ഉണ്ടായിരിക്കാം, വൃത്തി ഉണ്ടായിരിക്കാം ആ കുട്ടിക്ക്. മൈറ്റ് ഹാവ് ഗുഡ് ഹെൽത്ത്. നല്ല ഹെൽത്ത് ആയിരിക്കാം. ഇതെല്ലാം ഒരുമിച്ച് ഉണ്ടായത് കൊണ്ടായിരിക്കാം ആ കുട്ടിക്കത് അഫക്റ്റ് ചെയ്യാഞ്ഞത്. നെക്സ്റ്റ് കംപ്ലീറ്റ് ദ ടേബിൾ. നെയിം ഓഫ് വാക്സിനും ഡിസീസസും, അതായത് ഇന്ന ഡിസീസസിന് എതിരെ എടുക്കുന്ന വാക്സിൻ്റെ പേരാണ്. നമ്മൾ ആ ഡിസീസസ് ഫില്ല് ചെയ്യണം. BCG എടുക്കുന്നത് ഫസ്റ്റ് BCG എടുക്കുന്നത് ട്യൂബർകുലോസിസിനെതിരെയാണ്. ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? TB, ക്ഷയരോഗത്തിനെതിരെ. പോളിയോ വാക്സിൻ എടുക്കുന്നത് പോളിയോയ്ക്കെതിരെയാണ്. MR വാക്സിൻ എടുക്കുന്നത് മീസിൽസ് എന്ന് പറഞ്ഞാൽ 5-ാം പനി. അതുപോലെ തന്നെ റുബെല്ല, ഇതിനെതിരെയാണ് MR വാക്സിൻ എടുക്കുന്നത്. വിച്ച് വാക്സിൻ ഈസ് ടു ബി ടേക്കൺ അറ്റ് ദി ഏജ് ഓഫ് 10? അതായത് 10 വയസ്സിലെടുക്കുന്ന വാക്സിൻ്റെ പേര് ടെറ്റനസ് ഡിഫ്തീരിയ. അതാണ് TD, അതായത് ഒരു ബൂസ്റ്ററാണത്. ആക്ടിവിറ്റി 6 ഒബ്സർവ് ദ പിക്ചർ. എ നെയിം ദ പ്ലാന്റ് വിച്ച് ഗ്രോസ് ക്ലിങ്ങിങ് to the branches of the mango tree. Write the common name of such plants. ആ പ്ലാന്റിൻ്റെ പേര് മോസസ്, ഫേൺസ് എന്ന് പറയും, ഓർക്കിഡ് എന്ന് പറയും. അതിന് കോമൺ ആയിട്ട് പറയുന്ന പേര് എപ്പിഫൈറ്റ്സ്. The features of roots of these plants are given below. Choose the right one. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ വേരിൻ്റെ പ്രത്യേകതകളാണ് ഈ കൊടുത്തിരിക്കുന്നത് താഴോട്ട്. അതിൽ ശരിയായത് എഴുതാനാണ് പറയുന്നത്. സ്മാൾ റൂട്ട്സ് അബ്സോർവ് വാട്ടർ ഫ്രം സോയിൽ ആൻഡ് തിക്ക് റൂട്ട്സ് അബ്സോർവ് വാട്ടർ ഫ്രം ദി ട്രീ. സ്മാൾ റൂട്ട്സ് ഹെൽപ്പ് ദ പ്ലാന്റ് ക്ലിങ്ങിങ് ഓൺ ദ ട്രീ ആൻഡ് thick roots help absorb moisture from the atmosphere. Thick roots absorb water from the soil and small root absorb water from the tree. Small roots and thick roots absorb water from the tree. Right answer. Only 2 is correct. അതായത് സ്മാൾ റൂട്ട്, ചെറിയ വേര്, ഹെൽപ്പ് ദ പ്ലാന്റ് ക്ലിങ്ങിങ് ഓൺ ദ ട്രീ, പടരാൻ വേണ്ടിയിട്ട്, അതായത് ട്രീയിൽ പടരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതിൻ്റെ തിക്ക് റൂട്ട്, കട്ടി കൂടിയ റൂട്ട്, ഹെൽപ്പ് അബ്സോർവ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചർ അബ്സോർവ് ചെയ്യുന്നു. തിക്ക് റൂട്ട്, ഇതാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, വാട്ട് വിൽ ഹാപ്പൻ ടു ദ മാംഗോ ട്രീ ഇഫ് ലൊറാന്തസ് ഗ്രോൺ ഓൺ ഇറ്റ്? വൈ? അപ്പോൾ ലൊറാന്തസ് ഒരു മാംഗോ ട്രീയിൽ വളർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മാംഗോ ട്രീക്ക്? എന്തുകൊണ്ട്? അതിൻ്റെ ആൻസർ, ലൊറാന്തസ് ഈസ് എ പാരസൈറ്റ്. അതൊരു പാരസൈറ്റ് പ്ലാന്റാണ്. ദാറ്റ് ഗ്രോസ് ഓൺ അതർ പ്ലാന്റ്സ് ലൈക്ക് മാംഗോ ട്രീ. മറ്റുള്ള പ്ലാന്റിൽ വളരുന്ന ഒരു പാരസൈറ്റാണ് ലൊറാന്തസ്. ഇറ്റ് ടേക്സ് ഫുഡ് ആൻഡ് വാട്ടർ ഫ്രം ദ മാംഗോ ട്രീ. അത് ഫുഡും വാട്ടറും, മാംഗോ ട്രീ വലിച്ചെടുക്കുന്ന ഫുഡും വാട്ടറും അത് എടുത്തിട്ട് അത് ജീവിക്കും, ആ പ്ലാന്റ് ജീവിക്കും. അതിൻ്റെ ഫലമായിട്ട് ഈ മാംഗോ ട്രീ എന്ത് സംഭവിക്കും? മാംഗോ ട്രീ വീക്കായി നശിച്ചു പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുറേ ഡിസീസസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. കോളറ, ഡെങ്കു ഫീവർ, ക്യാൻസർ, ഡയബറ്റിക്സ്, ജോണ്ടിസ്, ചിക്കൻഗുനിയ, COVID-19, ഹെഡേക്ക്, കൺജങ്ഷൻ, ടൂത്തേക്ക്. അപ്പം എ വരുന്നത് എ പോർഷൻ ഓഫ് ദി പോസ്റ്റർ pasted at the primary health center is above. Examine the poster and complete the table.
സ്യൂട്ടബിൾ. അപ്പോൾ ഇതൊരു പോസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താഴെയുള്ള ആ ടേബിൾ നമ്മൾ സ്യൂട്ടബിളായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. കറക്റ്റ് ആൻസർ എടുത്തെഴുതി കംപ്ലീറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് പകരുന്ന അസുഖവും പകരാത്ത അസുഖവും. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് വെച്ചാൽ പകരുന്നത്, നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് വെച്ചാൽ പകരാത്തത്. അപ്പം പകരുന്നത് നമുക്ക് തന്നെ അറിയാം. ഇതിനകത്തുനിന്ന് ചിക്കൻ ഗുനിയ, ജോണ്ടിസ്, ഡെങ്കു ഫീവർ, COVID-19, കൺജങ്ക്റ്റീവ്സ്, കോളറ. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ടൂത്ത് ഏക്ക്, ഹെഡ് ഏക്ക്, ക്യാൻസർ, ഡയബറ്റിക്സ്. റൈറ്റ് എനി 2 ways by which contagious diseases are transmitted. അപ്പം പകർച്ചവ്യാധി പകരുന്ന 2 വഴികൾ എഴുതാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നമുക്ക് എഴുതാം സ്പ്രെഡ് ത്രൂ എയർ ആൻഡ് കോണ്ടാക്റ്റ്, എയറിലൂടെയും കോണ്ടാക്റ്റിലൂടെയും പകരാം. രണ്ടാമത്തത് സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ, ഫുഡിലൂടെയും വാട്ടറിലൂടെയും പകരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് എനി 2 contagious ഡിസീസസ് അഫക്റ്റിംഗ് പ്ലാന്റ്സ്. പ്ലാന്റ്സിനെ അഫക്റ്റ് ചെയ്യുന്ന 2 പകർച്ചവ്യാധിയുടെ പേരെഴുതാനാണ്. ഇതെല്ലാം ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യനും ആൻസറുകളുമാണ്. ടെക്സ്റ്റ് നല്ല വായിച്ച കുട്ടികൾക്ക് ഇതിൻ്റെ എല്ലാ ആൻസർ എഴുതാൻ പറ്റും. ഒന്നാമത്തത് മൊസൈക്ക് ഡിസീസസ്, രണ്ടാമത്തത് ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.